ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോയിൽ അപ്കമിങ് ആയിട്ടുള്ള ഇസ്രോൻ്റെ ഫ്യൂച്ചർ മിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ഗഗൻയാനാണ്. ഗഗൻയാൻ എന്ന് പറയുന്നത് ഹ്യൂമൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഫ്ലൈറ്റ് ഉണ്ടാക്കുക, അതായത് മനുഷ്യരെ നമ്മുടെ ഓർബിറ്റിലേക്ക് വിടുക എന്നുള്ളൊരു കാര്യമാണ്. സോ 3 ആസ്ട്രോണറ്റ്സിനെ ആയിരിക്കും വിടുക. 400 കിലോമീറ്ററിലേക്ക് 3 ദിവസത്തെ ഒരു മിഷൻ കൊണ്ടുപോയിട്ട് തിരിച്ച് അവരെ സേഫായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് ഗഗൻയാനിലുള്ളത്. അപ്പോൾ ആ ഒരു ലോഞ്ച് വെഹിക്കിൾ HLV-M3 ആണ്. അതൊരു LVM-3ൻ്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. അവിടെ വളരെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ് ഈ പറയുന്ന LVM-3 എന്ന് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് കൂടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇൻ കേസ് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഇഫ് ദ റോക്കറ്റ് ഇസ് ഫെയിലിംഗ്, ക്രൂ എസ്കേപ്പ് സിസ്റ്റം കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. അതായത് ഈ ക്രൂവിന് എടുത്ത് ചാടിയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു പരിപാടി കൂടി അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ലോഞ്ച് വെഹിക്കിളിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതിലാദ്യം വ്യോമമിത്ര എന്ന് പറയുന്ന ഒരു ഹാഫ് ഹ്യൂമനോയിഡ് ഉണ്ട്. ആ വ്യോമമിത്ര ആസ് എ ഫീമെയിൽ റോബോട്ട്. ആ റോബോട്ടിനെ ആദ്യം വിട്ടിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുക. 2026 വ്യോമമിത്രനെ നമ്മൾ അങ്ങോട്ടേക്ക് അയക്കുക. പിന്നെ ടെസ്റ്റ് വെഹിക്കിൾ, അതായത് വ്യോമമിത്രനെ അയക്കും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ നോക്കും. ദാറ്റ്സ് ഹൗ ദ എൻറ്റയർ തിങ് വിൽ ബി ടെസ്റ്റഡ്. പിന്നെ ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ കൂടി ഉണ്ട്. ദാറ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. 2023 നമ്മൾ ഈ പറയുന്ന ക്രൂ എസ്കേപ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് വരികയാണെങ്കിൽ അൺക്രൂ ആയിട്ടുള്ള ടെസ്റ്റ് മാർച്ച് 2026 അതുപോലെ തന്നെ 2027 ആകുമ്പോഴേക്കും ശരിക്കും റിയൽ ആയിട്ടുള്ള മനുഷ്യനെ അയക്കാനുള്ള പോസിബിലിറ്റി, നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ റിയൽ ആയിട്ടുള്ള ഹ്യൂമനെ നമ്മൾ അവിടേക്ക് വിടുമെന്നുള്ളതാണ് ഗഗൻയാനിൻ്റെ ഒരു ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തത് ചന്ദ്രയാൻ 4 ആണ്. ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത് ലൂണറിൻ്റെ സാമ്പിൾ എടുത്തിട്ട് തിരിച്ച് ഭൂമിയിലോട്ട് വരിക എന്നുള്ളതാണ്. അപ്പം അതിനൊരു അപ്രൂവൽ നമുക്ക് 2024 തന്നെ സെപ്റ്റംബറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് തിങ്ങസ് ചന്ദ്രയാൻ 3 എന്ത് ചെയ്തു, അവിടെ പോയി നിന്നു അല്ലേ, അവിടെ പോയി സ്റ്റേഷൻ ചെയ്തു. പക്ഷേ ഇത് അങ്ങനെയല്ല. അവിടെ പോയിട്ട് ഒരു 3 കിലോഗ്രാം ഓഫ് ലൂണാർ സോയിൽ എടുത്തിട്ട് തിരിച്ച് ഏർത്തിലേക്ക് തിരിച്ച് വരിക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം അത് ലോഞ്ച് ചെയ്യുന്നത് 2 LVM-3 റോക്കറ്റ്സ് വെച്ചിട്ടാണ്. എന്നിട്ട് അവിടെ പോയിട്ട് സ്പേസിൽ പോയിട്ട് അത് ഡോക്ക് ചെയ്യും. രണ്ടും കൂടി തമ്മിൽ ഡോക്ക് ചെയ്തിട്ട് ഓപ്പറേഷൻ ആയിട്ട് ജോയിൻറ്റ് മൊഡ്യൂൾസും കൂടിയിട്ട് ലൂണർ ഓർബിറ്റിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ അടുത്തതിൻ്റെ നെക്സ്റ്റ് ഇയർ, അതായത് 2028 ഈ ഒരു കാര്യം എന്താ പറയുക പ്ലാൻ ചെയ്തത്. പിന്നെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്നൊരു സാധനം നമ്മളിവിടെ ഓൾ ദീസ് നെയിംസ് ആർ ഇൻ അവർ ലാംഗ്വേജ്, അല്ലെ നമ്മുടെ ഇന്ത്യൻ ഭാഷയിലാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ, നോട്ട് ഇൻ ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് എ ന്യൂ ഡെവലപ്മെൻറ്റ്. പറയുന്ന ഇപ്പോൾ ഫോറിനിലുള്ളവർ ഇത് വന്നിട്ട് കേൾക്കുന്ന സമയത്ത് ഇഫ് ദേ ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദ വേർഡ്, ലെറ്റ് ദം ഗൂഗിൾ ഇറ്റ്. ആ ഒരു ഐഡിയയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മുടെ ഭാഷയിലാണ്. ഓക്കെ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ, മറ്റേ ISS പോലെ നമ്മുടേതായിട്ടുള്ള ഒരു ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ, നമ്മുടേതായിട്ടുള്ള ഓൺ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്പേസ് സ്റ്റേഷനാണ്. അത് ISSനെക്കാളും ചെറുതായിരിക്കും. 2035 അത് നമ്മൾ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 2028 സോ അതും ഇതുപോലെ തന്നെ സ്പേസ് ടോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്താ പറയുക ചെയ്തിട്ടാണ് നമ്മളിത് എനേബിൾ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ വീനസിലേക്കുള്ള ഒരു ഓർബിറ്റർ മിഷനും കൂടിയുണ്ട്. അത് ശുക്രയാൻ എന്ന് പറയും. അതായത് വീനസിൻ്റെ ഓർബിറ്റിലേക്ക് നമ്മൾ പോവുക, അവിടെയുള്ള ടോക്സിക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. സൾഫ്യൂരിക് ആസിഡും ക്ലൗഡ്സ് ഒക്കെ ഉണ്ട്, അവിടെ ഒരുപാട് വോൾക്കാനിക് സർഫസസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ള സാധനമാണ്. ഈ ഒരു മിഷൻ definitely will be expanding India's planetary exploration beyond the moon as well as the Mars. മൂണിലും മാർസിലും മാത്രമായിരുന്നു. ഇപ്പോൾ നമ്മളിനി വീനസിലേക്കും കൂടി കാലെടുത്ത് വെക്കാൻ പോകണം. അതിനുള്ള അപ്രൂവൽ നമുക്ക് 2024 കിട്ടിയിട്ടുണ്ട്. മാർച്ച് 2028 ആകുമ്പോഴാണ് അതിൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഇന്ത്യയുടെ അപ്കമിങ് ആയിട്ടുള്ള സ്പേസ് മിഷൻസ് നമ്മൾ പ്ലാനിൽ വെച്ചിരിക്കുന്നത്. സോ എന്തൊക്കെയായിരുന്നു നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള സ്പേസ് മിഷൻസ് പറഞ്ഞത്? ആദ്യത്തെ ഗഗൻയാനാണ്, അതൊരു ഹ്യൂമൻ സ്പേസ് ക്രാഫ്റ്റാണ്. രണ്ടാമത്തത് ചന്ദ്രയാൻ 4. തേർഡ് തിങ് ദ വീനർ ഓർബിറ്റർ മിഷൻ. അതുപോലെ തന്നെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്.